ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഡിസംബറിലെ ഷട്ട് ഡൗണിന് മുന്നേയുള്ള ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീക്കും കൂടെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി നീക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. എന്നാലും നമുക്ക് 2 ദിവസമൊക്കെ ഓഫീസിൽ പോകണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ, ഇന്ന് വർക്കുള്ള ദിവസമാണ്, ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഷട്ട് ഡൗൺ സമയത്ത് കുറച്ച് ട്രാവൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ കുറച്ച് ട്രാവൽ ബാഗ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കപ്പം ഓരോ ദിവസത്തെ ഡ്രസ്സുകളൊക്കെ ഓരോ ബാഗിലാക്കി അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ കെ-മാർട്ടിൽ കിട്ടും. അപ്പം ഞാൻ രാവിലെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പെട്ടെന്ന് പോയിട്ട് അത് മേടിച്ചിട്ട് വരാം. അപ്പോൾ എനിക്ക് വൈകുന്നേരമൊക്കെ കുറച്ച് സമയം പാക്കിങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ കെ-മാർട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരുവിധ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ പമ്പ് വെച്ചിട്ട് നമുക്കതിനെ വാക്യൂം ആക്കി അങ്ങനെ സീൽ ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ ഫ്ലൈറ്റിലൊന്നും അല്ല പോകുന്നത്. ലൈക്ക് സ്പേസ് നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ എനിക്ക് ആ ഒരു പമ്പും നമുക്ക് എത്രയും സിമ്പിളായിട്ടുള്ള സാധനമാണോ അത്രയും ഈസി ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എന്നൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മേടിച്ചില്ല. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ പമ്പില്ലാതെ തന്നെ കോമ്പാക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കി നടക്കുകയാണ്. നമുക്ക് ഈ പറയും പോലെ നമ്മുടെ എല്ലാ സ്റ്റോറേജ്, ഓർഗനൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എത്തിപ്പെടുന്നത് കെ-മാർട്ടിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് വേണ്ട ഒരുവിധം ബേസിക് സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, റീസണബിൾ പ്രൈസാണ്. നമുക്ക് പല സാധനങ്ങളും എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്ന് നമുക്ക് വലിയ ഐഡിയകളില്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ ഓരോന്ന് കാണുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാലോ എന്ന് തോന്നും. എന്ന് വെച്ച് നമ്മളങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നതിലും കാര്യമില്ല. നമ്മളൊരു അത്യാവശ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് സാധനങ്ങൾ മേടിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് ഈ കെ-മാർട്ടിലൊക്കെ വരുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം മേടിക്കാറൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ആ ഒരു സെക്ഷനിൽ കൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പിന്നെ അത്യാവശ്യം വേണ്ട നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇന്ന് അങ്ങനെ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൈൻഡ് ഓഫ് പെട്ടെന്ന് ഇതിലേക്കൊന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നതാണല്ലോ. നമുക്ക് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇവിടെ പുതിയതായിട്ട് വരുന്ന പലരും ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, എവിടെ എന്തിന് ഷോപ്പിങ്ങിന് പോകണം അങ്ങനത്തെയൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടാനൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ മിക്കവാറും വീഡിയോസിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് കടകളിലാണെങ്കിലും അങ്ങനെ ഒട്ടും തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് ചുമ്മാ ചുറ്റി നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. പിന്നെ നമുക്ക് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ എല്ലായിടത്തും ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസും അതിൻ്റെ ഐറ്റംസും ക്രിസ്മസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കിച്ചൺ യൂട്ടൻസിൽസും ബൗൾസും ആ ഒരു കളറിലുള്ള, ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാനൊരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം തപ്പി നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ബാഗിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2-3 ഓപ്ഷൻസ് ഉണ്ട്, മീഡിയം, ലാർജ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസാണ് മേടിച്ചത്. പിന്നെ പലതരത്തിലുള്ളതുണ്ട്. ഇത് ഷൂ ഓർഗനൈസേഴ്സാണ്. അതുപോലെ ഇതൊരു പാക്കിംഗ് ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് പല സൈസിലുള്ളത്. ഞാൻ നോക്കി നടന്ന ഐറ്റം ഇതാണ്, ഈ ഒരു ട്രാവൽ കംപ്രഷൻ സ്റ്റോറേജ് ബാഗ്സ്. ഇതിൽ 6 എണ്ണമാണുള്ളത്, 2 മീഡിയം സൈസും 2 ലാർജ് സൈസും. അപ്പോൾ എനിക്കിതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 എണ്ണം മേടിച്ചു. പിന്നെ നമുക്കിത് കണ്ടോ, ചെറിയ ട്രാവൽ ബോട്ടിൽസൊക്കെ നമുക്ക് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റ് മേടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ ഒന്നും മേടിക്കാറില്ല. ഞാൻ സാധാരണ അതിൻ്റെ തന്നെ ചെറിയ ബാഗുകൾ മേടിക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2 ബാഗൊക്കെ എടുത്ത്, പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മേടിക്കാം. അപ്പോൾ ദേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലോത്ത്സ് വെച്ചിട്ട് ജസ്റ്റ് റോൾ ചെയ്താൽ മതി, അപ്പോൾ അത് കംപ്രസ്ഡ് ആവുമെന്നാണ്. എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാനൊരു പാക്കറ്റ് പൊട്ടിച്ച്, ഇത് കണ്ടോ ഇത്രയും വലുപ്പമുള്ളതാണ് മീഡിയം സൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു മാർക്ക് കണ്ടോ, ആ ഒരു ലൈൻ വരെ നമ്മൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിപ്പർ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇത് റോൾ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാതെ ഒരു മനസ്സമാധാനം ഇല്ല. അപ്പം ഞാൻ കുറച്ച് ക്ലോത്ത്സ് ആ ഒരു ലൈനിൻ്റെ മേലെ വരുന്ന പോലെ നമ്മൾ മടക്കി അതിൻ്റെ ഉള്ളിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ആ സിപ്പർ നന്നായിട്ട് ക്ലോസ് ആവും. അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇത് റോൾ ചെയ്യുക. ഇത് റോൾ ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ബലൂൺ പോലെ വരും. അപ്പോൾ നമ്മളത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കവറിൻ്റെ ഒരു താഴ്ഭാഗത്തോടു കൂടി അതിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ടുള്ള എയർ അങ്ങ് പോകും. പിന്നെ അത് അകത്തോട്ട് കയറില്ല. നമ്മളൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. പക്ഷേ അതിലുള്ള എയർ കംപ്ലീറ്റ്ലി പോയിട്ട് ശരിക്കും ഇതൊരു വാക്യൂം സീൽഡ് ആവും. എനിക്ക് നല്ലൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇത്ര നന്നായി വർക്കാകും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇത് എത്ര കാലം നിൽക്കും
ഇത് റീയൂസിബിൾ ആണ്, പക്ഷേ ഞാനും ആദ്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാണ്. പക്ഷേ എന്താണെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ട്രാവൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. ഈ ഒരു ടേസ്റ്റി നിബിൾസിൻ്റെ കേരള ഫിഷ് കറി എന്ന് പറഞ്ഞിട്ട്, ഇത് വലിയ കുഴപ്പമില്ല. ഇതിൽ 3-4 കഷ്ണം നമുക്കൊരു 2 പേർക്ക് ഒരു നേരമൊക്കെ കഴിക്കാൻ ആ ഒരു പാകത്തിനുള്ള വലുപ്പത്തിൽ. പിന്നെ അതുപോലെ ഇത് അങ്കമാലി മാംഗോ കറി എന്ന് പറഞ്ഞിട്ട് മാങ്ങാക്കറി. ഇതും ഈ പറയും പോലെ ക്യാൻഡാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, ചൂടാക്കുക, കഴിക്കുക. അപ്പോൾ നല്ലൊരു കൺവീനിയൻസ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അങ്ങനെ കടയിലൊക്കെ പോയി വന്ന് ഞാനൊരു 9:30 ഒക്കെ ആയി ഇന്ന് ലോഗിൻ ചെയ്തപ്പം. ഇത് ഷട്ട് ഡൗണിന് മുന്നേ ഉള്ള വീക്കാണ്. അപ്പോൾ ഈ ഒരു വീക്കും കൂടി കഴിഞ്ഞാൽ നമുക്ക് 2 വീക്സ് ഒരു ബ്രേക്കാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാനും. അപ്പോൾ ഈ ഒരു വീക്ക് അങ്ങനെ വലിയ തിരക്കും ബഹളമൊന്നുമില്ല. സാധാരണ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു ലാസ്റ്റ് വീക്ക് വരെ നല്ല പണിയായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഇപ്രാവശ്യം അങ്ങനെ മച്ച് ബെറ്റർ ആണ്. അങ്ങനെ വലിയ പുതിയ ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ഉള്ള കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും തന്നെ ഒരു എന്താ പറയുക, ഒരു വെക്കേഷൻ മൂഡിലാണ്. ഇപ്രാവശ്യം കുറച്ചധികം ലഞ്ച് ക്യാച്ചപ്പും ഫെയർവെൽ പാർട്ടീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം നല്ലൊരു ഡിസംബറാണ് സോഫാർ. പിന്നെ ഞാനൊരു പുതിയ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഈ ഒരു ആരാച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള KR മീര ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ബുക്കാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് കട്ടിയാണ് എന്നൊക്കെ പറയാം. നമുക്ക് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലായിട്ട് തോന്നി. വായിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പറയും പോലെ 25-ൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ 24-ൽ ഞാൻ ഈ പറയും പോലെ കുറച്ച് എനിക്ക് തോന്നുന്നു മേ ബി ഒരു 8-10 പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടാകും. അതൊരു നല്ല തുടക്കമാണ്. ഞാനിപ്പം എന്നും കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വായിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മൾ പറയും 21 ഡേയ്സ് മതി ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷെ അത് അത്ര ഈസിയാണ് അല്ലെങ്കിൽ അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഈ 21 ഡേയ്സ് ചെയ്യുക എന്നുള്ളത് തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഈ പറയും പോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് 3 മന്ത്സ് ഒക്കെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഞാനൊരു കുറച്ചധികം വായിച്ചത് ഈ മാസങ്ങളിലായിരുന്നു. അപ്പം എന്താണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന അത്രയും പുസ്തകങ്ങളൊക്കെ വായിക്കണം. അപ്പം 25 കുറച്ചും കൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ റീഡിങ് എടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്താണ്. കുറച്ചൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് വായിച്ചെടുത്തോളം. പേര് പോലെ തന്നെ ഒരു ആരാച്ചാരുടെ ഒരു സ്റ്റോറിയാണെന്ന് പറയാം. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കാനാണ് ട്രൈ ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. എൻ്റെ വർക്കിൻ്റെ അവിടെ ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ കണ്ടപ്പം ജസ്റ്റ് മേടിച്ചാണ് 7 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ്. അപ്പം എനിക്കിങ്ങനെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഒക്കെ കാര്യമായ അസുഖം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ആ ഒരു മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റേ കാം എന്നുള്ളത്. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ഹാവ് എവറിത്തിങ് ഫിഗേർഡ് ഔട്ട്, നോ ദാറ്റ് ഇൻ ടൈം യു വിൽ ഗെറ്റ് ദർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുതിയ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ 3 വർഷമായി ഞാൻ ശരിക്കും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ഇല്ലേ, നമ്മൾ എത്ര ചാലഞ്ചിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്ലോലി വിൽ ഗെറ്റ് ദർ. നമ്മൾ കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യും. നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലത്തെ നല്ല എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ വിഷൻ ബോർഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. കാരണം നമ്മളത് എപ്പോഴും കാണും, അല്ലെങ്കിൽ നമ്മളിവൻ ഡൗൺ ആയിരിക്കുമ്പോഴും നമ്മളത് കാണുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതൊരു പ്രൂവൺ ഫാക്റ്റാണ്. ഇതെല്ലാം ആളുകൾ വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് സ്റ്റഡീസും അതിനെ പ്രൂവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെറിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് എനിക്കൊരു ഫീൽ ഗുഡാണ്. എനിക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയും ആംബിയൻസും ഉള്ളൊരു സ്പേസാണ്. ഈ ഒരു ബിറ്റിലെ ഞാൻ റെക്കോർഡ് ചെയ്തത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. അപ്പം ഞാനിതിനി അപ്ഡേറ്റ് ചെയ്യാൻ പോയാൽ കുറേ അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് സോറി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ലൊരു ഭംഗിയായിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഞാനിതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വൈകുന്നേരം കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെയെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. വാരി വലിച്ചല്ല, ഇങ്ങനെ കാണുമ്പോൾ വാരി വലിച്ചെന്ന് തോന്നിയാലും അത്ര അലങ്കോലമല്ല. ഞാനിപ്പോൾ കണ്ടു ഡ്രസ്സുകൾ കുറച്ചിങ്ങനെ ഒന്ന് മടക്കി വെച്ചതാണ്. അപ്പോൾ ഞാനിനി നമ്മുടെ ഇത് മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലായിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ
നമുക്കിങ്ങനെ ഒരുമിച്ച് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒന്നുകിൽ ഒരു കുറച്ച് നീളമുള്ളൊരു ക്ലോത്തില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ ഡ്രസ്സും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കാം. ഞാൻ സാധാരണ അങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം ഡേ 1 ഓക്കെ, ഡേ 1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോരോ സെറ്റായിട്ട് നമുക്ക് പെട്ടിയിൽ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 സ്യൂട്ട് കേസിലൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഒരു പെട്ടിയിലും അടുത്ത 2-3 ദിവസത്തേക്കുള്ളത് മറ്റേ പെട്ടിയിലും വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് ഡിഫറെൻറ്റ് അക്കോമഡേഷനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാ ലഗേജും എടുത്തുകൊണ്ട് പോകേണ്ടി വരില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ സ്വിം വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വിമ്മിങ് ക്ലോത്ത്സ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞ് നമ്മൾ കഴുകിയാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. അപ്പം ഇത് പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബാഗ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ തിരിച്ച് ഇതിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പേ കുറച്ചൊന്ന് ആലോചിച്ചിരുന്ന് നമ്മുടെ ഒരു ഐറ്റനറിയും അക്കോമഡേഷനും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്താൽ സ്മൂത്തായിട്ട് നമ്മുടെ വെക്കേഷൻ അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇത് മേടിച്ച് നോക്കിയതാണ്, കൊള്ളാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവരുടെ ക്ലോത്ത്സും ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ കവറിൻ്റെ ഉള്ളിൽ ഓരോ ദിവസത്തേക്കുള്ളത് അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സൈസിലുള്ള 4 ബാഗും പിന്നെ ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടെ നല്ല വലുതാണ്. എനിക്ക് ഇത്രയും വലുത് ഇത് കുറച്ചധികം വലുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ഓരോ ദിവസത്തേക്കുള്ള അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പാക്ക് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാണ്, നമ്മൾ വൈകുന്നേരം ഒരു സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മാറാൻ വേണ്ട ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മുടെ ബാഗിൻ്റെ ഏറ്റവും മേലെ എളുപ്പത്തിൽ അക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കുക. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാം തപ്പി നടന്ന് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. നമുക്ക് പെട്ടെന്ന് ആ സാധനം നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത്. നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പം ഏറ്റവും ആദ്യം വേണ്ട സാധനം ഏറ്റവും മേലെ വെക്കുക, നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഫുൾ പാക്കിംഗ് ഒന്നുമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ ഡ്രസ്സുകളും സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കാര്യം നടക്കും. അപ്പം ഞാൻ എല്ലാ ഡ്രസ്സും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പം അത് സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ആണ്. അപ്പം ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ പതുക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മൾ ആ ഒരു വെതറൊക്കെ നോക്കി അതനുസരിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും നമ്മളൊന്ന് വെതർ നോക്കുക, തണുപ്പാണോ ചൂടാണോ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വെതറിൽ ചേഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അപ്പോൾ അതൊക്കെയാണ് ഞാൻ സാധാരണ ട്രാവൽ ചെയ്യുമ്പം ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ അതിലൊന്ന് നോക്കി അതൊന്ന് ടിക്ക് ചെയ്ത് പോയാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മിസ്സാകാതെ ഇരിക്കും. ഞാനപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഈ പറയും പോലെ ആ കവറിലിട്ടിട്ട് അങ്ങനെ വെച്ചു. ഇനി ഇത് അവസാനം വാക്യൂം ചെയ്ത് അങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും പാക്കിങ്ങിന് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ഓരോ ദിവസവും പതുക്കെ കുറച്ച് സമയം ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് എപ്പോഴും പാക്കിങ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഡിന്നറിന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു ചിക്കൻ പൈ ആണ്. നല്ല ഹെൽത്തിയാണ്, കുറേ വെജീസും ചിക്കനും ഒക്കെ ഉണ്ട്. നല്ല ഹെവിയുമാണ് കേട്ടോ. അപ്പോൾ നല്ല റിച്ച് ഇൻ കാലറിയാണ്. മക്കൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ചിക്കൻ തൈസ്, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക്, പിന്നെ കുറച്ച് ഗാർലിക്കാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത ഗാർലിക്ക്, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്. അപ്പോൾ ഞാൻ ഫ്രഷ് ലൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഇതുപോലെ നമുക്ക് ബോട്ടിൽ മേടിക്കാൻ കിട്ടും. ഞാനിത് മേടിച്ച് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കൺവീനിയൻസ് ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1/2 hour to 1 hour എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ സമയത്ത് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ, ഒരു 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പം ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ തൈസോ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റോ, എല്ലില്ലാത്ത ചിക്കൻ യൂസ് ചെയ്തിട്ട് നമുക്കിതുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കണം.
നമ്മൾ സെയിം പാനിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് മഷ്റൂം കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്യാരറ്റ്, പിന്നെ ഇത് ഫ്രോസൺ പീസാണ്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം. ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ കോളിഫ്ലവറോ ബ്രോക്കോളി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ടിനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇതൊരു 3-4 സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ എല്ലാം നല്ല എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ എൻഡ് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നില്ല. നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അത് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലോട്ടൊരു 2 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പപ്രിക്ക പൗഡറാണ്. ഈ പപ്രിക്ക എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ക്യാപ്സിക്കം ഇല്ലേ, അത് ഉണക്കി പൊടിച്ചാണ്. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യും. പക്ഷേ ഇതുപോലത്തെയൊക്കെ ഡിഷിൽ ഈ പപ്രിക്ക പൗഡർ തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്, നമുക്കത് അറിയാൻ പറ്റും. ഈ പപ്രിക്ക പൗഡർ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ട് നമ്മളിനി പാലാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പാലങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു തിക്കായിട്ട് വരും. നമ്മളിനി ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാസ്റ്റയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമ്മുടെ വെജിറ്റബിൾസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ വെജീസിലോട്ട് ആഡ് ചെയ്യുക. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ടും കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മളുണ്ടാക്കിയ ആ ഒരു സോസ് ഉണ്ടല്ലോ, അതും ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോസ് ഉണ്ടാക്കിയ പാനായിരുന്നു ഏറ്റവും വലുത്, അപ്പോൾ ഞാൻ എല്ലാം കൂടെ അതിലോട്ടിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പാല് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് അതുപോലെ എരിവുണ്ടോ എന്നൊക്കെ നോക്കുകയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ബിൻസീസ് കിച്ചൺ എന്ന് പറയുന്ന ചാനലിൽ കണ്ടൊരു റെസിപ്പിയാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ മക്കൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ്. ഞാനാണെങ്കിലും പ്രത്യേകിച്ച് മക്കൾക്ക് ഇങ്ങനെ ഈ ഒരു വെജീസും അതുപോലെ പ്രോട്ടീനും എല്ലാം കൂടി ഉള്ളൊരു ഫുഡ് എന്നാൽ അവർക്കൊരു ടേസ്റ്റിയായി തോന്നുന്നത്. അപ്പം അങ്ങനത്തെ റെസിപ്പീസ് ഇങ്ങനെ നമ്മളെല്ലാവരും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ബിൻസീസ് കിച്ചൺ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണിത് റെഡിയാക്കി എടുത്തത്. ഇനി നമുക്കിതിന് കുറച്ച് മാഷ് പൊട്ടറ്റോ ഫില്ലിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ പൊട്ടറ്റോസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിതുപോലെ 4 മുറിച്ചിട്ട് ഒരു 2 വിസിൽ, അപ്പോഴത്തേക്കും എനിക്ക് സാധാരണ നല്ല സോഫ്റ്റായിട്ട് പൊട്ടറ്റോ വെന്ത് കിട്ടാറുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതിലോട്ട് കുറച്ച് ബട്ടറും കുറച്ച് പെപ്പർ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം പാൽ ആഡ് ചെയ്താൽ നമുക്കിങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ലെയർ ചെയ്ത് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത ആ ഒരു ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്യുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചീസാണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു ബ്ലോക്ക്ഡ് ചീസാണ് മേടിക്കാറുള്ളത്. അപ്പം അത് എന്നിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലോട്ട് ആഡ് ചെയ്യുക. ചീസ് വേണമെന്ന് നിർബന്ധമില്ല, ചീസ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ മാഷ് പൊട്ടറ്റോ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസും ചീസും ഒക്കെ ഓപ്ഷനിലാണ്, അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രെഡ് ക്രംസ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സാധാരണ ബ്രെഡ് കൊണ്ടും ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാലും അത് നല്ല പൊടിയായിട്ട് വരും. അപ്പോൾ ഞാനിന്ന് അങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ മേലെ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇതിങ്ങനെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ എല്ലാം നല്ല എളുപ്പമാണ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അയ്യോ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളൊരു 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പം നല്ല എളുപ്പമായിട്ട് തോന്നും. ഇതിപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നല്ല ഹൈ ആൻഡ് കാലറിയാണ്. അപ്പം ഞാനൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാറാണ് പതിവ്. കാരണം മിക്കവാറും നമ്മൾ ഡിന്നറിനാണല്ലോ ഉണ്ടാക്കുന്നത്. പിള്ളേർ അത്യാവശ്യം കഴിക്കും. ഇനി നമുക്കിത് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 35 മിനിറ്റ്സാണ് വെക്കാറ് പതിവ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൈ ഇതുപോലെ നല്ല ഗ്രില്ലായി ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾ ഡെഫിനറ്റ്ലി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.